എല്ലാവർക്കും നമസ്കാരം. ഇത് 32ാമത്തെ വെബിനാർ. 30, 31, 32 വെബിനാറുകളിലാണ് യോനി മുദ്രയെ പറ്റി വിശദമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ 30, 31 വെബിനാറുകൾ നോക്കാം. ഇവിടെ അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് പറയാം. അമൃതിന്റെ ഉത്ഭവം ബിന്ദു വിസർഗ ചക്രം എന്ന തലയ്ക്ക് പിന്നിലെ ആത്മീയ ചക്രത്തിലാവുന്നു. വായ്ക്ക് മുകളിൽ ആജ്ഞാചക്രത്തിന് താഴെയായി ഇരിക്കുന്ന ലലനാ ചക്രത്തിൽ ഓരോരോ തുള്ളിയായി ബിന്ദു വിസർഗ ചക്രത്തിൽ നിന്നും അമൃത് വീഴുന്നു. മൂലാധാര ചക്രത്തിൽ ധ്യാനിക്കുന്ന യോഗിക്ക് അയാൾക്ക് കുണ്ടലിനി ദീക്ഷ ഒരു ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടലിനിയെ ഉണർത്താൻ കഴിയും. കുണ്ടലിനി മൂലാധാരത്തിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് നട്ടെല്ലിലൂടെ പോകുന്നു. സുഷുമ്ന നാഡി വഴി മസ്തിഷ്കത്തിലെത്തിയ കുണ്ടലിനി ബ്രഹ്മരന്ധ്രത്തിന് ചുറ്റിലുമായി കറങ്ങുന്നു. ഈ കുണ്ടലിനി ശക്തി ബിന്ദു വിസർഗ ചക്രത്തെ ഉദ്ദീപിപ്പിച്ച് അമൃതിന്റെ ചലനം ത്വരിതപ്പെടുത്തുന്നു. അമൃത് ലലനാ ചക്രത്തിൽ വീഴുന്നത് ക്രമത്തിൽ വിശുദ്ധിയുടെ മണിപുരത്തെത്തി അവിടെ ദഹിച്ച് പിന്നീട് ശുക്ലമായി തീരുന്നു. അത് ഭോഗാസക്തിയും ലൈംഗിക ചോദനയും വർദ്ധിപ്പിക്കുന്നത് മൂലം വ്യക്തിയിൽ താമസിക സ്വഭാവങ്ങൾ പ്രത്യക്ഷമാകും. ഇങ്ങനെ താമസിക സ്വഭാവങ്ങൾ വരാതിരിക്കാനായി യോഗികൾ ലലനാ ചക്രത്തിൽ നിന്നും നേരിട്ട് കേജരി മുദ്രയിലൂടെ അമൃതിനെ നാവിൽ ശേഖരിച്ച് അമൃത് പൂജിക്കുന്നു. ഇതിന് പിന്നീട് യോനിമുദ്ര, ജാലന്തരബന്ധം, മഹാമുദ്ര എന്നിവയിലൂടെ വീണ്ടും ശിരസിൽ കൊണ്ടുപോയി ഓജസ്സാക്കി മാറ്റുന്നു. ഈ ഓജസ് രോഗങ്ങളെ അകറ്റി ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അമൃത് ഭുജിക്കുന്ന യോഗി മരണമില്ലാത്തവനായിത്തീരുന്നു. സാത്വിക സ്വഭാവങ്ങളുടെ അനേകകാലം ജീവിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു വിശദീകരണം. നമുക്കറിയാം, ഇതിനു മുമ്പ് പറഞ്ഞത് ബിന്ദു വിസർഗ ചക്രം, തലയ്ക്ക് പിന്നിൽ ഉള്ള ബിന്ദു വിസർഗ ചക്രം, അതായത് സുഷുമ്നാ നാഡി ഇടവ പിങ്കള തലച്ചോറിലേക്ക് ചേരുന്ന ഭാഗത്തുള്ള, തലയിലേക്ക് കയറുന്ന ഭാഗത്തുള്ളതാണ് ബിന്ദു വിസർഗം. അവിടെയാണ് നമ്മൾ പൂർണ്ണചന്ദ്രനെ ധ്യാനിക്കേണ്ടത്. നമ്മൾ സ്വാധിഷ്ഠാനത്തിൽ ചന്ദ്രക്കലയും പിന്നെ മുകളിലേക്ക് പൂർണ്ണചന്ദ്രനായിട്ട് ബിന്ദു വിസർഗത്തിൽ പൂർണ്ണചന്ദ്രനെയും പിന്നെ ധ്യാനിക്കേണ്ട ഒരു രീതിയെ പറ്റി ഇതിനു മുമ്പുള്ള ഒരു വെബിനാറുകൾ പറഞ്ഞു. അങ്ങനെ അവിടെ ധ്യാനിക്കുമ്പോൾ അവിടെ അമൃത് ഉൽപ്പാദിപ്പിക്കുന്നത് പതുക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ വാക്കുള്ളിലുള്ള മൂലയിലുള്ള ദ്വാരത്തിലേക്കൂടെ അത് ഭുജിക്കാൻ യോഗിക്ക് കഴിയും. ആജ്ഞാചക്രത്തിന് താഴെ ഇരിക്കുന്ന ലലനാ ചക്രത്തിൽ ഓരോരോ തുള്ളിയെ ബിന്ദു വിസർഗ ചക്രത്തിൽ നിന്നും ഈ അമൃത് വീഴുന്നു. പിന്നെ ഒരു തുള്ളിയായിട്ട് ലലനാ ചക്രം, ആജ്ഞാ ചക്രത്തിന്റെ താഴെയുള്ള ഒരു ചക്രത്തിനെയാണ് അത് പറയുന്നത്. അങ്ങനെ അത് വീഴുന്നു. അത് ബിന്ദു വിസർഗത്തിന്റെ നേരെ താഴെയാണ് അത് സംഭവിക്കുക. അതുകൊണ്ടാണ് ഒരു തുള്ളിയായിട്ട് വീഴുന്നത്. മൂലാധാര ചക്രത്തിൽ ധ്യാനിക്കുന്ന യോഗിക്ക് അയാൾക്ക് കുണ്ടലിനി ദീക്ഷ ഒരു ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടലിനിയെ ഉണർത്താൻ കഴിയും. നേരത്തെ പറഞ്ഞ യോനി മുദ്ര വഴിയാണ് കുണ്ടലിനിയെ ഉണർത്തുന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഒരു കുണ്ടലിനി യോഗിയിൽ നിന്ന് ദീക്ഷ കിട്ടിയിട്ടുണ്ടാവും. കുണ്ടലിനെ ഉണർത്താനുള്ള ദീക്ഷ അനേകം യോഗങ്ങൾക്ക് ശേഷമാണ് കുണ്ടലിനെ ഉണർത്താനുള്ള ദീക്ഷ കിട്ടുക. അത് പരിശ്രമം ചെയ്ത് നേടിയെടുക്കേണ്ട വിഷയമാണ്. കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് നട്ടെല്ലിലൂടെ പോകുന്നു. സുഷുമ്നാ നാഡി വഴി മസ്തിഷ്കത്തിലെത്തിയ കുണ്ടലിനി ബ്രഹ്മരന്ധ്രത്തിലും ചുറ്റിലുമായി കറങ്ങുന്നു. എന്നുവെച്ചാൽ നെറുകയിൽ ചെന്നിട്ട് അവിടെ അതിന് ചുറ്റുമായിട്ട് കറങ്ങുന്നു. ഈ കുണ്ടലിനി ശക്തി ബിന്ദു വിസർഗ ചക്രത്തെ ഉദ്ദീപിപ്പിച്ച് അമൃതിന്റെ ചലനം ത്വരിതപ്പെടുത്തും. അമൃത് ലലനാ ചക്രത്തിൽ വീഴുന്ന ക്രമത്തിൽ വിശുദ്ധിയിലൂടെ, വിശുദ്ധിച്ചാല് കഴുത്തിനേറ്റുള്ളൂ, മണിപുരത്തെത്തി. മണിപുരം ചില ഉദരത്തിലെത്തി അവിടെ ദഹിച്ച് പിന്നീട് ശുക്ലമായി തീരും. അങ്ങനെയാണ് സാധാരണ അതിങ്ങനെ വന്ന് ദഹിച്ച് ശുക്ലമായി തീരും. മണിപൂരാണ് എല്ലാ സാധനത്തിനെയും ദഹിപ്പിക്കുന്ന സ്ഥലം. അവിടെ സൂര്യനാണ് എന്നെ ആധിപത്യം.
ദഹനക്രിയ നടക്കുന്ന സൂര്യനാണ്. അപ്പൊ അവിടെ ശുക്ലമായിത്തീരുന്നു. ഇത് ഭോഗാസക്തിയെയും ലൈംഗിക ചോദനയും വർദ്ധിപ്പിക്കുന്നത് മൂലം വ്യക്തിയിൽ താമസിക സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ ശുക്ലത്തിന്റെ വർധനവിനനുസരിച്ചാണ് താമസിക സ്വഭാവങ്ങൾ വർദ്ധിച്ചിട്ട് വരിക. എന്നാൽ പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തികളും ഒക്കെ നൽകുന്നതും ഈ ശുക്ലം തന്നെ. എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് ശുക്ല ആവശ്യം. അതേസമയം തന്നെ അതിന്റെ ആധിക്യം മൂലം ലൈംഗിക ചോദന വർദ്ധിച്ച് താമസിക സ്വഭാവങ്ങൾ വർദ്ധിക്കും, എന്നുവെച്ചാൽ ദുഷ്ട സ്വഭാവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അതാണ് പറഞ്ഞത്. വ്യക്തിയിൽ താമസിക സ്വഭാവങ്ങൾ പ്രത്യക്ഷമാകും. ഇങ്ങനെ താമസിക സ്വഭാവങ്ങൾ വരാതിരിക്കാനായി യോഗികൾ ലലനാ ചക്രത്തിൽ നിന്ന് നേരിട്ട് ഖേചരി മുദ്രയിലൂടെ അമൃതനെ നാവിൽ ശേഖരിച്ച് അമൃത് ഭുജിക്കുന്നു. ഈ ഖേചരി മുദ്രയുടെ കാര്യം മുൻപ് ഒരു കോളേജിൽ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കാം. അമൃത് ഇട്ടിട്ട് വീഴുന്ന ഇതിനെ എങ്ങനെ പിന്നെ ശേഖരിക്കാമെന്ന് ഇതിനു മുമ്പുള്ള ആ വോളിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖേചരി മുദ്ര എന്നുള്ളതിൽ ഖേചരി മുദ്രയുടെ അമൃതിനെ നാവിൽ ശേഖരിച്ച് അമൃത് ഭുജിക്കുന്നു. ഇതിനെ പിന്നീട് യോനി മുദ്ര, ജാലന്ധരബന്ധം, മഹാമുദ്ര എന്നിവയിലൂടെ വീണ്ടും ശിരസിൽ കൊണ്ടുപോയി ഓജസ്സാക്കി മാറ്റുന്നു. ഈ മൂന്ന് വിഷയങ്ങൾ, യോനി മുദ്ര, ജാലന്ധരബന്ധം, മഹാമുദ്ര, വീണ്ടും ശിരസിൽ കൊണ്ടുപോയി ഓജസ്സാക്കി മാറ്റും. ഈ ഓജസ് രോഗങ്ങളെ അകറ്റി ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അമൃത ഭുജിക്കുന്ന യോഗി മരണമില്ലാത്തവനായിത്തീരുന്നു. സാത്വിക സ്വഭാവങ്ങളുടെ അനേകകാലം ജീവിക്കുന്നു. ഈ അമൃത് നേരിട്ട് ഭുജിക്കുന്ന മൂലം അത് താഴെ പോയി ദഹിച്ച് ശുക്ലമായി തീരുന്നില്ല. ശുക്ലത്തിന്റെ ആധിക്യം താമസിക സ്വഭാവങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് കുറയ്ക്കാനാണ് യോഗി നേരിട്ട് ഭുജിച്ച് അതിനെ ഓജസ്സാക്കി മാറ്റുന്നത്. ഓജസ്സാക്കി മാറ്റാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. യോനി മുദ്ര കൊണ്ടും ജാലന്ധര ബന്ധം കൊണ്ടും മഹാമുദ്ര കൊണ്ടും. ഇത് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ഇത് പിന്നീട് ഇതിന്റെ വിശദീകരണം പിന്നെ പറയുന്നതാണ്. യോനി മുദ്ര കൊണ്ടും ജാലന്ധര ബന്ധം കൊണ്ടും മഹാമുദ്ര കൊണ്ടും ഏറ്റവും വിശേഷപ്പെട്ട സംഭവങ്ങളാണ്. ഇതുകൊണ്ടാണ് ഈ ശുക്ലത്തിനെ നാവിൽ ഭുജിക്കാൻ കിട്ടുന്ന ഖേചരി മുദ്ര കൊണ്ടും നാവിലെത്തുന്ന ശുക്ലത്തിനെ ഓജസ്സാക്കി മാറ്റുന്ന മൂന്ന് യോഗങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇത് വളരെ വിശേഷപ്പെട്ട യോഗങ്ങളാണ്. യോനി മുദ്ര, ജാലന്ധര ബന്ധം, മഹാമുദ്ര. അമൃത് ഭുജിക്കുന്ന യോഗി മരണമില്ലാത്തവനായിത്തീരും. അയാൾക്ക് പിന്നെ അയാൾ സാത്വികനായി തീരും. അതുകൂടാതെ തന്നെ താമസിക സ്വഭാവങ്ങൾ പൂർണ്ണമായും മാറും. അത് തന്നെയല്ല, കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളെ മുഴുവൻ അയാൾക്ക് ഇതുമൂലം നശിപ്പിക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരു തപസ്വിയായി, യോഗിയായി, അതുപോലെ തന്നെ പൂർവജന്മത്തിലെ പിന്നെ പാപ ബിന്ദുക്കളെ നശിപ്പിക്കാൻ ഉള്ള തപസ്യായി തീരുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. വീണ്ടും കാലാഗ്നി ശിവാത്മകമായ മൂലാധാരത്തിൽ ധ്യാനിക്കും. പിന്നീട് യോനിമുദ്ര ചെയ്യണം. യോനിമുദ്ര വിജയനെ ചെയ്യാനായി പിന്നെ യാതൊന്നും തന്നെ ചെയ്യാൻ ഇങ്ങനെയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. യോനിമുദ്രാകർഷണം. ശരി, ഇനി ഒരിക്കൽ പറഞ്ഞു.